ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1628 ദിവസമായ ഇന്ന് 2025 ഒക്ടോബർ മാസം 29 ബുധനാഴ്ച, 1201 ആണ്ട് തുലാമാസം 12 ഗുരുവചനങ്ങളിലൂടെ അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും ഉണ്ടാവരുത്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ഗുരുവും ശിഷ്യനും എന്ന് വിവരിക്കുന്നതിൻ്റെ 32 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബ്രഹ്മപുരത്തിലെ പൗരത്വത്തിനുള്ള യോഗ്യതയാണ് ശിഷ്യൻ ഇങ്ങനെ നേടുന്നത്. ഈ പൗരത്വം നമുക്ക് പരിചയമുള്ള ദേശീയ പൗരത്വത്തിന്റെ എതിർവശമാണ്. ഇതിൽ ഏത് പൗരത്വമാണ് തനിക്ക് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ശിഷ്യനാണ്. സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞ അവസ്ഥയിലൊഴികെ 2 യജമാനന്മാരെ സേവിക്കുന്ന ഏർപ്പാടേ പാടില്ല. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആരെയും സേവിക്കുന്ന പ്രശ്നം ഉദിക്കുന്നുമില്ല. ഗുരുവിന്റെ രാജ്യത്തിൽ അഥവാ ദൈവരാജ്യത്തിൽ പൗരനായി തീരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാ പരിക്ലിപ്തതകളെയും ഉല്ലംഘിക്കുന്ന വീക്ഷണമുള്ളവനായി തീരുക എന്നാണ്. അത്തരം മനോഭാവത്തിലേക്ക് വളർന്നു കഴിഞ്ഞ ശിഷ്യൻ പിന്നെ ദേശീയ ബോധത്താലോ മറ്റു തരത്തിലുള്ള വിഭാഗീയതകളാലോ ഒരിക്കലും ബദ്ധനാകുന്നില്ല. അവനെ സാമൂഹ്യമോ വർഗീയമോ ജാതീയമോ മതപരമോ ആയ ഭേദചിന്ത ഒരിക്കലും ബാധിക്കുന്നില്ല. അവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നുള്ളതും അപ്രസക്തമായി തീർന്നു. തൻ്റെ അച്ഛനാരാണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ പോലും സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവനായതുകൊണ്ട് എല്ലാ യോഗ്യതകളും തികഞ്ഞവനായി അവൻ അംഗീകരിക്കപ്പെടുന്നു. വെറുമൊരു അടിച്ചുതളിക്കാരിയുടെ മകനായി പിറന്ന സത്യകാമൻ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഗുരുവിന്റെ അന്തേവാസിയായി തീരുന്നതോടുകൂടി പുതിയൊരു ജന്മമാണ് ശിഷ്യന് ലഭിക്കുന്നത്. പുതിയൊരു ലോകത്തിലാണ് അവൻ ജന്മമെടുത്തിരിക്കുന്നത്. ജലത്തിലോ പരിശുദ്ധാത്മാവിലോ അവൻ ജ്ഞാനസ്നാനമേറ്റ് കഴിഞ്ഞിരിക്കുന്നു. സാമുദായികമായ ആചാരവ്യവസ്ഥകൾക്ക് അതീതമാണ് അവൻ ജന്മമെടുത്തിരിക്കുന്ന പുതിയ കൂട്ടായ്മ. സാമുദായികമായ ആചാരവ്യവസ്ഥകൾക്ക് അതീതമാണ് അവൻ ജന്മമെടുത്തിരിക്കുന്ന പുതിയ കൂട്ടായ്മ. ഇനി അവൻ്റെ ജീവിതം അറിവിനു വേണ്ടി സമർപ്പിതമായതാണ്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.